ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എം എൽ എ ആയിരിക്കെ തന്നെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ എതിർകക്ഷികളാൽ വെടിയേറ്റ് മരിക്കും. എങ്ങനെയാണ് കൊണ്ടോട്ടിക്കാരൻ കരിക്കാടൻ കുഞ്ഞാലി നിലമ്പൂരിൽ സഖാവ് കുഞ്ഞാലിയായി മാറിയത്? ചുള്ളിയോട് അങ്ങാടി വെച്ചിട്ടാണ് ഈ സഖാവ് കുഞ്ഞാലിക്ക് വെടിയേൽക്കുന്നത്. 1969 ജൂലൈ 26 എങ്ങനെയാണ് സഖാവ് കുഞ്ഞാലി മരിക്കുന്നത്? ഈ ചുള്ളിയോട് അങ്ങാടി വെച്ചിട്ടാണ് സഖാവ് കുഞ്ഞാലിക്ക് വെടിയേൽക്കുന്നത്. AITUCയും INTUCയും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് കുഞ്ഞാലി മരണപ്പെടുന്നത്. അന്ന് മരിക്കുമ്പോൾ കുഞ്ഞാലി അന്നത്തെ സിറ്റിംഗ് MLA ആണ്, നിലമ്പൂർ സിറ്റിംഗ് MLA ആണ് കുഞ്ഞാലി. എന്തിനു വേണ്ടിയാണ് സഖാവ് കുഞ്ഞാലിയെ കൊന്നുകളഞ്ഞത്? ആരാണ് സഖാവ് കുഞ്ഞാലിയുടെ കൊലപാതകത്തിന് പിറകിലുള്ളത്? കുഞ്ഞാലി യഥാർത്ഥ മുമ്പ് കൊണ്ടോട്ടിക്കാരനാണ്. അദ്ദേഹത്തെ പാർട്ടി തൊഴിൽ മേഖലയിൽ അത് തൊഴിലാളികൾക്കിടയിൽ, തോട്ടം തൊഴിലാളികൾക്കിടയിലും കർഷക തൊഴിലാളികളുടെയിലും ചൂഷണം നടന്നിരുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ആളുകളെയാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത്. അന്ന് പുല്ലങ്ങോട്, കാളികാവ് തുടങ്ങിയ എസ്റ്റേറ്റുകളിൽ മാനേജർമാരെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്ക് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി സഖാവിനെ കൊടുന്നു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹം മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഇവിടെ കാളികാവിലും അമരമ്പലം തുടങ്ങിയ നിലമ്പൂർ മേഖലയിൽ അദ്ദേഹം വന്ന് തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അനവധി പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്തു. അങ്ങനെ സഖാവ് കുഞ്ഞാലി വേറനാടിന്റെ വീരപുത്രൻ എന്നാണ് ഞങ്ങൾക്ക് അറിയപ്പെടുന്നത്. ഞങ്ങൾ പറയാറില്ല ചെക്കുവേര, വേറനാട് ചെക്കുവേര. അങ്ങനെ തൊഴിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും മിച്ചഭൂമി സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സമരങ്ങൾ അദ്ദേഹം അവിടെ നടത്തിയിരുന്നു. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, പാവപ്പെട്ടവരെ സംഘടിപ്പിച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ മണ്ണില്ലാത്തവന് ഒരു പിടി മണ്ണും പാവങ്ങൾക്ക് ചെറ്റക്കുടി. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവിടെ കുറെ ആളുകൾക്ക് ഭൂമി ഉണ്ടായി, വീടുണ്ടായി. തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഏർപ്പെട്ടത്. ഭൂവുടമകൾക്കെതിരെയും അതുപോലെ തന്നെ ഫാക്ടറി ഉടമകൾക്കെതിരെയും നിരന്തരമായിട്ട് സംസാരിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് സംസാരിക്കപ്പെടുന്ന കുഞ്ഞാലിയെ എന്തിനാണ് ഈ ആളുകൾ വകവരുത്തിയത്? ആ കാലഘട്ടത്തിൽ ഈ കാണുന്ന എസ്റ്റേറ്റിലാണ് സമരം നടക്കുക, ചുള്ളിയോട് അങ്ങാടി. ആ സമരവുമായി ബന്ധപ്പെട്ട് സഖാവോട് വരികയും ആ സമയത്താണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സഖാവിനെ ചുള്ളിയോട് അങ്ങാടിയിൽ ഇട്ടിട്ടാണ് വെടിവെച്ചു കൊല്ലുന്നത്. ആ 1969 ജൂലൈ 26 വെടിയേൽക്കുന്നത്. 28 മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നത്. അതാണ് സഖാവിന്റെ ചരിത്രം. കൊലപാതകം നടത്തിയത് യഥാർത്ഥത്തില് ഇവിടുത്തെ കോൺഗ്രസ് ഗുണ്ടകളാണ്. കോൺഗ്രസ്സുകാരനെയാണ് അദ്ദേഹത്തെ. അതിന്റെ കൂടെ തന്നെ മുതലാളിമാരുടെ ഒരു സപ്പോർട്ടും അതിനുണ്ടായിരുന്നു. അവരെല്ലാരും കൂടി ചെയ്ത ഒരു കൊലപാതകമാണ്. ഗോപാലൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഉള്ള ആൾ തന്നെയാണ്. അദ്ദേഹം അങ്ങനത്തെ ഒരു കോൺഗ്രസ് അനുഭാവിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ എങ്കിലും അദ്ദേഹം ഒരു വാടക കൊലയാളി എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതില് പിന്നെ ആര്യാടനാണ് ആ കേസ് പിന്നെ ഏറ്റെടുത്ത്. ആര്യാടൻ മുഹമ്മദിന്റെ പങ്കെടുത്തില്ല. അദ്ദേഹം കേസ് ഏറ്റെടുത്തു, അദ്ദേഹമാണ് ചെയ്തത് എന്നുള്ള രൂപത്തിലാണ് പിന്നെ കേസ് ഒന്നാമതിയൊക്കെ അദ്ദേഹമാണ് വന്നത്. പിന്നീട് കോടതി വെറുതെ വിട്ടു, കേസ് വെറുതെ വിട്ടു. അന്നത്തെ INTUC നേതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദാണ് അന്ന് സഖാവ് കുഞ്ഞാലിയുടെ മരണത്തിൽ 1-ാം പ്രതിയായിട്ട് പ്രതിചേർക്കപ്പെടുന്നത്. അന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിൽ INTUCയും AITUCയും തമ്മിലുള്ള ചെറിയ സംഘർഷത്തിന്റെ പുറത്താണ് സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊല്ലുന്നത്. സഖാവ് കുഞ്ഞാലിയുടെ മരണം കാത്തിരുന്നവർ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ മാത്രമായിരുന്നില്ല. പലതരത്തിലുള്ള മുതലാളിമാരും അതുപോലെ തന്നെ പല ഭൂ ഉടമകളുമായിരുന്നു സഖാവ് കുഞ്ഞാലിയുടെ മരണം കാത്തിരുന്നത് എന്നുള്ള. ഈ എസ്റ്റേറ്റില് തൊഴിൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നു അവിടെ ആ തൊഴിൽ പ്രശ്നം കോൺഗ്രസ് മനഃപൂർവ്വം ഉണ്ടാക്കിയ INTUC സംഘടനയ്ക്ക് ശക്തിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അത് മുണ്ടുകോട്ടക്കല്ലെ എസ്റ്റേറ്റുകാരുടെ ഒരു മർക്കട നിഷ്ഠു. അതിന്റെ കൂടെ കോൺഗ്രസ് കൂടി. അങ്ങനെ
ആ തൊഴിൽ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാനാണ് കുഞ്ഞാലി ഇവിടെ എത്തുന്നത്. അങ്ങനെ ഈ ജംഗ്ഷനിൽ ഒരു ഇരുനില ഓടിട്ട കെട്ടിടം ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊരു റൂമിലായിരുന്നു പാർട്ടി ഓഫീസ്. അവിടുന്ന് പാർട്ടി സഹാക്കളായിട്ട് ആലോചിച്ച് ഇറങ്ങുന്ന സമയത്താണ് ഉള്ള ഓഫീസിൽ നിന്ന് കോൺഗ്രസ് ഓഫീസ് എതിർവശത്ത് കോൺഗ്രസ് ഓഫീസ് അതെ അതെ അവിടുന്നാണ് വെടിവെച്ചല്ലേ. മരണത്തിന് പിറകിൽ പത്തായത്തിങ്കൽ ഗോപാലൻ എന്ന് പറയുന്ന ഒരു വാടക കൊലയാളിയാണെന്ന് പിന്നീട് തെളിയുകയും അദ്ദേഹത്തിനെ പിന്നീട് പാർട്ടി പ്രവർത്തകർ കൊല്ലുകയും ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പത്തായം ഗോപാലൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ്? കവളംകട്ടയിൽ കോൺഗ്രസിന്റെ ഒരു വലം കൈയായി നടന്നിരുന്ന ഒരാളാണ് അല്ലേ? പാർട്ടി ഗുണ്ട അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആണല്ലേ. ഇതിന് മൂപ്പര് മരിക്കുകയും ചെയ്യുന്നു. മൂപ്പര് പിന്നെ കുത്തേറ്റ് മരിക്കുകയാണ്. അപ്പോ അതില് പറയുന്ന കാര്യങ്ങൾ കുറെ ഉണ്ട്. നമ്മളൊക്കെ കേട്ടറിവ് വെച്ചു. പാർട്ടിക്ക് ബന്ധമൊന്നുമില്ലല്ലോ അതില്? അതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധമില്ല. അത് ഞങ്ങളൊക്കെ കേട്ട് പിന്നെ അറിവ് വന്നത് ഇയാളെ കൊണ്ട് ചെയ്യിച്ചതാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നാൽ, ഞാൻ ആശുപത്രി വിട്ടു വന്നാൽ ഞാൻ അതിന് ഇതുണ്ടാക്കും, ആളുകൾ പേര് പറയും എന്ന് ഗോപാലൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഗോപാലൻ തിരിച്ചു വരണ്ട എന്ന് വിചാരിച്ചു. അതിന്റെ പിന്നിലുള്ളവര് വിചാരിച്ചു. സംഭവിച്ചത് വസ്തുത. കുഞ്ഞാലിയുടെ കാലത്ത് കോൺഗ്രസ് ഉള്ളൂ. അതെ. ഈ എസ്റ്റേറ്റ് INDC യൂണിയനുമായി ബന്ധപ്പെട്ട് ഇവിടെ ചുള്ളിയോട് എന്ന് പറഞ്ഞാൽ CPM ഒരു പൊതുയോഗം വെക്കാനൊരു വരാന്ത പോലും കിട്ടാത്ത കുഞ്ഞാലിയാണ് അല്ലേ? അന്ന് ഇവിടുത്തെ MLA കുഞ്ഞാലിയാണ്. ഇന്ത്യയിലെ ഒരു MLA ആദ്യമായി വെടിയേറ്റ് മരിക്കുന്നത് സഖാവ് കുഞ്ഞാലിയാണ്. അത് CPM-ന്റെ നേതാവാണ്. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഈ തൊഴിലാളികളുടെ ഇടയിൽ സഖാവിന് ഭയങ്കരമായിട്ട് സ്വാധീനം ഉണ്ടായിരുന്നു. തൊഴിലാളികളെ ഇടയിലാണല്ലോ സഖാവ് ജീവിച്ചത്, വളർന്നത്. തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം, ആ ചുമതലയായിരുന്നു സഖാവിന് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് കൊണ്ടുപോട്ടിന്നാള് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് പാർട്ടി ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അന്ന് CITU അല്ല, INDUC CITU രണ്ട് സംഘടനകളാണ്. INDC കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന അല്ല. AITUC അന്ന് CITU പ്രതികരിച്ചിട്ടില്ലല്ലേ? CITU 70-ലാണ്. അതിന് മുന്നേ 69 എന്നുള്ള കാലഘട്ടത്തിലാണല്ലോ. കുഞ്ഞാലി സ്ഥിരമായിട്ട് കുഞ്ഞാലി നടന്നും ഒരു ജീപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിലെ പോവുക. ആന്റണിക്കാട് എന്ന് പറയുന്ന പ്രദേശം കുഞ്ഞാലി കോളനി എന്നറിയപ്പെട്ടു. കിണറ്റിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് വെള്ളം കോരി കൊടുക്കാൻ അതിനും കൂടിയും ഒരു അനുവാദമില്ല. കാരണം അത്രയും ഒരു മൊണോപ്പൊളി ആയിരുന്നു അല്ലേ ഇവിടെ. പിന്നീട് ആര്യാടം CPM-ന്റെ LDF-ന്റെ ഒക്കെ പിന്തുണയോട് 80-ന് ശേഷം മത്സരിക്കുന്നുണ്ട്. അതെന്ത് സാഹചര്യം? 80-ലാണല്ലേ? അല്ല, ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പിന്നെ ഇന്ദിരാഗാന്ധിയുമായി ഉണ്ടായിട്ടുള്ള അഭിപ്രായത്തിൽ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് വിട്ടുവന്ന ആന്റണിയും ആര്യാടനും ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടിയാണ് ആ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. അതിൽ തീർത്തും പിന്നെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിളർപ്പ് മുതലാക്കുക എന്നാണ് പാർട്ടിയുടെ മുഖ്യമായിട്ട് അതിനെ കണ്ടത്. അതിന് സംസ്ഥാനത്ത് മൊത്തമുള്ള ആ ഒരു ധാരണ നിലമ്പൂരുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മരിക്കുന്ന സമയത്ത് ആര്യാടൻ മുഹമ്മദിന്റെ പേര് പറഞ്ഞു എന്നൊക്കെ സഖാവ് പറഞ്ഞു. അതെ, അത് പിന്നെ അതാ പറഞ്ഞത്, നമ്മൾ അനുഭവ സമ്പത്തുള്ള ആളുകൾ നമുക്ക് പകർന്നു തന്നത് അങ്ങനെയാണ് അല്ലേ? അതിന് ആര്യാടൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആര്യാടന്റെ ഒരു പിന്നെ ജീവചരിത്രം ആര്യാടൻ എഴുതി അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അതിൽ ആര്യാടൻ ആ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. കാരണം ആര്യാടന്റെ പങ്ക് അതിൽ വ്യക്തമാണ്. കാരണം ആര്യാടൻ ഇവിടെ വരേണ്ട സാധ്യത ഇല്ല, ആ സമയത്ത് വരേണ്ട സാധ്യതയില്ല. 2 തവണയും കുഞ്ഞാലിക്കെതിരെ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 69-ല്. അതെ 2 തവണ. അതെ.
അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യമൊക്കെ ആയിരിക്കും ചിലപ്പോ അല്ലെ, അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് അല്ലേ? എന്റെ വൈരാഗ്യം മാത്രമല്ല, മൊത്തത്തിലുള്ള ഈ ആകത്തൊക്കെ ആയിരിക്കും അല്ലേ? കുഞ്ഞാലി എന്ന് പറഞ്ഞത് ഒരു വ്യക്തി ഈ ഏറനാട്ടിൽ വന്ന് പാർട്ടിക്ക് ഒരു ഇത്തരം ചെലവ് പാർട്ടിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തൊഴിലാളി സംഘടനകൾക്കൊക്കെ നേതൃത്വം കൊടുത്തു. അങ്ങനെ ഇവിടുത്തെ പിന്നെ തോട്ടം മുതലാളിമാരും മറ്റുള്ളവരെ ജമ്മി പ്രമാണികൾ ക്ഷീണം സംഭവിച്ചു. അവർക്ക് അവരുടെ പിന്നെ ആ അന്നത്തെ സാഹചര്യം നഷ്ടപ്പെടുമോ എന്ന് ഒരു ബോധം അവർക്ക് വരികയാണ്. അതാണ് കാര്യമായിട്ട് കുഞ്ഞാലിക്കെതിരെ പ്രശ്നം ചെയ്യാനുണ്ടായ കാരണം. ചില ഭൂമികളൊക്കെ എടുത്ത് തൊഴിലാളികൾക്ക് കൊടുക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ടി.കെ. കോളനി എന്ന് പറഞ്ഞ സ്ഥലം. ആന്റണിക്കാട് അവിടെ പേര് ആന്റണിക്കാട് ഈ കൊട്ടിക്കല്ല് എന്ന സ്ഥലം, അവിടെ ഒരു 300 ഏക്കറും ടി.കെ. കോളനിയിൽ ഒരു 300 ഏക്കറും ഭൂമി പിന്നെ ഈ ഭൂപ്രമാണിമാര് കുഞ്ഞാലിക്ക് ദാനം ചെയ്തു. ആ ഭൂമി കുഞ്ഞാലി ഒരു ഇഞ്ച് ഭൂമി പോലും ഏറ്റെടുക്കാതെ, സ്വന്തമായി എടുക്കാതെ, അത് മുഴുവൻ ആ നാട്ടിലെ അന്നത്തെ ആളുകൾക്ക് 1/2 ഏക്കർ 10 സെന്റ് 1 ഏക്കർ വീതം അന്ന് ആളുകൾക്ക് പതിച്ചു നൽകിയ പ്രദേശമാണ് കൊട്ടിക്കല്ല് തുടങ്ങി കുഞ്ഞാലി കോളനി. ഇന്ന് ടി.കെ. കോളനി എന്നറിയപ്പെടുന്ന കുഞ്ഞാലി കോളനി. കുഞ്ഞാലി കോളനി എന്ന് പേര് വീഴാൻ തന്നെ കാരണം കുഞ്ഞാലിക്ക് കിട്ടിയ ഭൂമി അന്ന് നാട്ടിലത്തെ ആളുകൾക്ക്, മുഴുവൻ ആളുകൾക്കും, അതിൽ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ മുഴുവൻ ആളുകൾക്കും പതിച്ചു നൽകിയതാണ് കുഞ്ഞാലി. അത് കൊടുത്ത് അപ്പോ കുഞ്ഞാലിക്ക് കിട്ടിയ ഭൂമി എല്ലാ ആളുകൾക്കും കൊടുത്തപ്പോ ആ ആളുകൾ സ്വയം ആ നാടിനൊരു പേരെത്തി. ആ നാടിന്റെ പേരാണ് കുഞ്ഞാലി കോളനി എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല കിങ് തന്നെയാണ്. കാരണം എന്ത് കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങി. ഇപ്പോഴത്തെ നേതാക്കന്മാർ വലിക്കാറില്ല. നേതാക്കന്മാരൊക്കെ ബേക്കിലല്ലേ, ഇയാൾ എല്ലാ കാര്യത്തിലും മുന്നിലുണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ ഈ റോഡ് കൂടെ കുടുംബം മൊത്തം മൂപ്പരത് ഇവിടെയാണോ? അന്ന് കാണിയാവ് ചെയ്യുന്നു. ആദ്യം മൂപ്പര് പഞ്ചായത്ത് പ്രസിഡന്റ് MLA. ആദ്യം ആരാവുന്നത്? ആദ്യം കാളിയാവ് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നീട് MLA വരുന്നു അല്ലേ? 2 തവണ ജയിലിൽ കിടന്നാണ് ജയിലിൽ കിടന്ന MLA. MLA. 1981 കാലഘട്ടത്തില് ആരാട് LDF-ന്റെയും CPM-ന്റെയും പിന്തുണയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് MLA ആയിട്ട് ജയിച്ചു കയറുന്നുണ്ട്. ആ സമയത്ത് തന്നെ അയാൾ പിന്നീട് ഫോറസ്റ്റ് മന്ത്രിയായിട്ടൊക്കെ ചുമതലയെടുക്കുന്നുണ്ട്. ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൽ പലപ്പോഴും കുഞ്ഞാലിയെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ കുഞ്ഞാലിയുടെ മരണത്തിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായിട്ടുള്ള വ്യക്തി എന്ന് ആരോപിക്കപ്പെട്ടത് ആ സമയത്ത് ആര്യടം മുഹമ്മദ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിലാണ് പിന്നീട് ആര്യടം മുഹമ്മദ് LDF-ന്റെ പിന്തുണയോട് കൂടിയിട്ട് ഒരു MLA ആയിട്ടൊക്കെ മാറുന്നതൊക്കെ നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു രീതിയാണെന്നുള്ളതാണ്.